എം സ്വരാജ് ഇപ്പോൾ സംസാരിക്കുന്നു തത്സമയം. അതിലേറ്റവും ആവേശമുള്ള ഒരു കാര്യം വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരെ ഇവിടെ എനിക്ക് കാണാം. അത് തീർച്ചയായും ഞാൻ വളരെ ഹൃദയപൂർവ്വം ആ പിന്തുണ ഏറ്റുവാങ്ങും. ഈ നാട്ടിലെ സ്വീകരണം ഒരു വൈകാരികമാണോ? അതെ, ഒരു വൈകാരിക അനുഭവമാണ്. തീർച്ചയായും നിങ്ങളിപ്പോ കാണുന്നുണ്ടല്ലോ ഈ ഒരു വികാരപൂർവമായ വരവേൽപ്പിന്. അതും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. ഞാൻ ആ പിന്തുണ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തമാശയായിട്ട് കണ്ടാൽ മതി. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാറില്ലല്ലോ. നമുക്ക് സ്പോർട്സ് എടുത്ത് വിടാം. കോട്ടെ അത് നമ്മുടെ പ്രശ്നമല്ല, അത് UDF ഒരു പ്രശ്നമാണ്. നമ്മൾ അതിനൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ശരി ശരി. നിലമ്പൂരിലെത്തിയ എം സ്വരാജിന് അവിടെ പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണം എം സ്വരാജിന്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് തൃശ്ശൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് തിരിച്ചത്. ഇപ്പോൾ നിലമ്പൂരിലെത്തിയിരിക്കുന്നു. അവിടെ പ്രവർത്തകർ വലിയ സ്വീകരണം ഒരുക്കുകയാണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്. വലിയ ആൾക്കൂട്ടമുണ്ട് അവിടെ. വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നവർ വരെ ആ സ്വീകരണത്തിന്റെ ഭാഗമാകുന്നു എന്ന് എം സ്വരാജ് പറയുന്നു. അതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. CPIഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എം സ്വരാജിനൊപ്പമുണ്ട്. PV അൻവർ അല്പസമയം മുൻപാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. UDFനൊപ്പമില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതിൽ വലിയ വിമർശനമുള്ളത് VD സതീശനെതിരെയാണ്. അദ്ദേഹം ആവർത്തിച്ച വിമർശനം അത് ഇന്നും പറയുന്നത് നമ്മൾ കേട്ടു. VD സതീശനാണ് UDFിലേക്കുള്ള തന്റെ വഴി അടച്ചത് എന്നുള്ള തരത്തിലാണ് ഇന്നും മാധ്യമങ്ങളോട് PV അൻവർ വിശദീകരിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ എം സ്വരാജ് നിലമ്പൂരിന്റെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ എം സ്വരാജിനെ അവിടെ നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് സ്വീകരിക്കുന്നു. അവർ എം സ്വരാജിനെ അഭിവാദ്യം ചെയ്യുകയാണ്. എം സ്വരാജ് അവരെ തിരിച്ചും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ്. വലിയ ആവേശം അവിടെ. ഇന്ന് തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം നടക്കാനിരിക്കുന്നു. 11:30 നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പത്രിക നൽകുക. ആര്യടൻ ഷൗക്കത്ത് രാവിലെ തൃശ്ശൂരിലെത്തി K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷമാണ് പത്രികാ സമർപ്പണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 11:30 നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി പത്രിക നൽകുമെന്നാണ് UDF സ്ഥാനാർത്ഥി അറിയിച്ചത്. അങ്ങനെ നിലമ്പൂരിന്റെ അങ്കത്തട്ട് മുറുകുകയാണ്.